കെ.എസ്.ഇ.ബിയുടെ കാഞ്ഞങ്ങാട് പടന്നക്കാട് സെക്ഷൻ ഓഫീസിൽ നിന്നും നേരിട്ട നീതികേടിനെതിരായ പോരാട്ടത്തിലാണ് പയ്യന്നൂർ പുഞ്ചക്കാട് സ്വദേശിയായ എം സുധാകരൻ. ഓംബുഡ്സ്മാനിൽ നിന്നും സുധാകരന് അനുകൂലമായി ഉണ്ടായ വിധി 1 വർഷം കഴിഞ്ഞിട്ടും കെ.എസ്.ഇ.ബി നടപ്പിലാക്കിയിട്ടില്ല. പൊതുപ്രവർത്തകൻ കൂടിയായ സുധാകരൻ പുഞ്ചക്കാട് 2012-ലാണ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് കോമ്പൗണ്ടിന് പിൻവശത്ത് ഭാര്യയുടെ വീട്ടിനടുത്തുള്ള ഒരു കെട്ടിടം വാങ്ങുന്നത്. 2020-ൽ ഇത് ബേക്കറി യൂണിറ്റ് നടത്താൻ വാടകയ്ക്ക് കൊടുത്തു. ബേക്കറി യൂണിറ്റിലെ മെഷീനുകൾക്ക് വേണ്ടി അതേ വർഷം തന്നെ നിലവിലുണ്ടായിരുന്ന സിംഗിൾ ഫേസ് കണക്ഷൻ 3 ഫേസ് ആക്കാൻ പടന്നക്കാട് കെ.എസ്.ഇ.ബി സെക്ഷൻ ഓഫീസിൽ അപേക്ഷ നൽകി. കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥർ കണക്ഷൻ 3 ഫേസ് ആക്കി നൽകുകയും ചെയ്തു. ആദ്യത്തെ വാടകക്കാരൻ ഒഴിവായതിനെ തുടർന്ന് 2023-ൽ പുതിയൊരാൾക്ക് കെട്ടിടം വീണ്ടും വാടകയ്ക്ക് നൽകി. അതും ബേക്കറി യൂണിറ്റിന് തന്നെ. പുതിയ ബേക്കറിക്കാരന് പക്ഷേ 3 ഫേസിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രകാരം സുധാകരൻ 3 ഫേസ് ലൈൻ സിംഗിൾ ഫേസിലേക്ക് മാറ്റാൻ കെ.എസ്.ഇ.ബിയെ വീണ്ടും സമീപിച്ചു. എന്നാൽ ഇപ്രാവശ്യം കെ.എസ്.ഇ.ബി കണക്ഷൻ നൽകാൻ വിസമ്മതിച്ചു. അതിന് കാരണമായി പറഞ്ഞത് കെട്ടിടത്തിന് തൊട്ടടുത്തുകൂടി വൈദ്യുതി ലൈൻ കടന്നു പോകുന്നതിനാൽ സുധാകരന്റെ കെട്ടിടത്തിലേക്ക് കണക്ഷൻ നൽകാനാകില്ലെന്നാണ്. ലൈൻ വലിച്ചതിനു ശേഷമാണ് ഈ കെട്ടിടം നിർമ്മിച്ചതെന്നും കെ.എസ്.ഇ.ബി പടന്നക്കാട് സെക്ഷൻ ഓഫീസിൽ നിന്നും സുധാകരനോട് പറഞ്ഞു. എന്നാൽ ഇത് വസ്തുതാവിരുദ്ധമാണെന്ന് സുധാകരന് ലഭിച്ച വിവരാവകാശ രേഖ തന്നെ വ്യക്തമാക്കുന്നു. 2004-ൽ കെട്ടിടം നിർമ്മിക്കുന്ന കാലത്തു തന്നെ ഈ വൈദ്യുതി ലൈൻ ഇവിടുണ്ട്. അതായത് 2004-ൽ കണക്ഷൻ നൽകിയപ്പോഴും 2020-ൽ 3 ഫേസ് ആക്കി നൽകിയപ്പോഴും തൊട്ടടുത്ത ഇലക്ട്രിക് ലൈൻ കെ.എസ്.ഇ.ബിക്ക് പ്രശ്നമായില്ല. 2023-ൽ മാത്രമാണ് തടസ്സവാദവുമായി കെ.എസ്.ഇ.ബി വന്നത്. കണക്ഷൻ നൽകണമെങ്കിൽ തൊട്ടടുത്തുകൂടി പോകുന്ന വൈദ്യുതി ലൈൻ കേബിളിനകത്തുകൂടി കൊണ്ടുപോകണമെന്നും അതിനുള്ള തുക സുധാകരൻ വഹിക്കണമെന്നും ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു. മറ്റു മാർഗമില്ലാത്തതിനാൽ 20,500 രൂപയോളം മുടക്കി സുധാകരൻ വൈദ്യുതി ലൈനിൽ കേബിളിട്ടു. ഈ നീതി നിഷേധത്തിനെതിരെയാണ് ആദ്യം കെ.എസ്.ഇ.ബിയുടെ പരാതി പരിഹാര വിഭാഗത്തെയും പിന്നീട് ഓംബുഡ്സ്മാനെയും സുധാകരൻ സമീപിക്കുന്നത്. 2023 ഡിസംബറിൽ തന്നെ ഓംബുഡ്സ്മാൻ സുധാകരന് അനുകൂലമായി ഉത്തരവിട്ടു. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും ശുപാർശ ചെയ്തു. എന്നാൽ 1 വർഷത്തിലേറെ കഴിഞ്ഞിട്ടും ഈ ഉത്തരവ് നടപ്പിലായിട്ടില്ല. ഇത് പൂർണ്ണമായും എനിക്ക് ശരിയാണെന്ന് തോന്നുന്നുകൊണ്ട് എനിക്കെന്നല്ല ഒരു ആൾ കേൾക്കുന്ന ആർക്കും ശരിയാണെന്ന് തോന്നുന്ന പുതിയ വിഷയമാണ് ഞാൻ ഇതിൽ ഇടപെടുന്നത്. ഈ ഒരു കെട്ടിടമാണ് ഇനി ഈ പ്രസ്തുത സംഭവത്തിന് വിഷയമായിട്ടുള്ളത്. ഈ കെട്ടിടത്തിലേക്ക് 2004 മുതൽ ഈ കെട്ടിടത്തിലേക്ക് പോയൊരു കണക്ഷനുണ്ട്. 2012-ലാണ് ഞാൻ ഈ കെട്ടിടം വാങ്ങിക്കുന്നത്. അപ്പോൾ 2012-ൽ ഞാൻ കെട്ടിടം വാങ്ങിച്ച ശേഷം ഞാനിത് 2020-ൽ ഇതൊക്കെ വാടക കൊടുക്കുകയാണ്. 2020-ൽ ഞാനിത് വാടക കൊടുക്കുമ്പോൾ വാടകക്കാരൻ എന്നോട് ആവശ്യപ്പെടുന്നത് ഇതിലേക്ക് 3 ഫേസ് കണക്ഷൻ വേണം. അവർ അപേക്ഷ കൊടുക്കുന്നു. പടന്നക്കാട് കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥന്മാർ ഇതിലേക്ക് അവർ 2020-ൽ 3 ഫേസ് കണക്ഷൻ കൊടുക്കുന്നു. വാടകക്കാരൻ 2023 ഒഴിഞ്ഞു പോകുമ്പോൾ പുതിയ വാടകക്കാരൻ വരുന്നു. അപ്പോൾ പുതിയ വാടകക്കാരൻ പറയുകയാണ് എന്നോട് എനിക്ക് സിംഗിൾ ഫേസ് കണക്ഷൻ മതി, 3 ഫേസ് വേണ്ട. അതിനനുസൃതമായി ഞാനത് സിംഗിൾ ഫേസിലേക്ക് മാറ്റാൻ വേണ്ടി കെ.എസ്.ഇ.ബിയിലേക്ക് കൊടുത്ത സമയത്താണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും 2 ആളും കൂടി പറഞ്ഞത് യാതൊരു കാരണവശാലും നിങ്ങൾക്ക് കണക്ഷൻ തരില്ല. ഇവര് അതിന് പറഞ്ഞ ന്യായീകരണം എന്താണ്? കെ.എസ്.ഇ.ബി പറഞ്ഞ ന്യായം എന്താണ്? ഈ കെട്ടിടം ഈ ലൈൻ വലിച്ചതിന് ശേഷമാണ് കെട്ടിടം പണിതെന്നാണ് കെ.എസ്.ഇ.ബി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ലൈൻ വലിച്ചതിന് ശേഷമാണ് കെട്ടിടം പണിതെങ്കിൽ ഒരു കാരണവശാലും ഈ കെട്ടിടത്തിൽ 2004-ലും 2020-ലും ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പാടില്ലായിരുന്നു. നിയമവിരുദ്ധമായി അതാ ഞാൻ പറഞ്ഞു ഇത് അഴിമതി നടന്നു എന്ന് പറയുന്ന കാരണം അതാണ്. നിയമവിരുദ്ധമായിട്ടാണ് 2004-ലും 2020-ലും കെ.എസ്.ഇ.ബി ഈ കെട്ടിടത്തിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. 2023-ൽ ഈ വാടകക്കാരന്റെ ആവശ്യപ്രകാരം ഞാൻ നിർബന്ധിതമായാണ് 20,491 രൂപ കെട്ടിവെച്ചിട്ടാണ് ഞാൻ വീണ്ടും ഈ കണക്ഷൻ എടുക്കുന്നത്. അതിൽ ഞാൻ നിർബന്ധിതമാണ്. അപ്പോൾ ഇത് തികച്ചും അന്യായമാണെന്നുള്ള ഉത്തമ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കോഴിക്കോട് CGRF-ലും പിന്നീട് ആ നടപടി തൃപ്തികരമല്ലാത്തതുകൊണ്ട് സ്റ്റേറ്റ് ഓംബുഡ്സ്മാനെ സമീപിക്കുന്നത്. ഇതിൽ ഒരു സാധാരണക്കാരന് കിട്ടേണ്ട നീതി ഇത്രത്തോളം ദുഷ്കരമാക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അതികർശനമായ നടപടി എടുക്കണം. യാതൊരു സംശയത്തിനുമില്ല. സാധാരണക്കാർക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നീതി നിഷേധത്തിന് എതിരെ കൂടിയാണ് തന്റെ പോരാട്ടമെന്ന് സുധാകരൻ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.